Hi dear students, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിലേക്ക് നമ്മൾ പോവുകയാണ്. സോ വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് അമോർഫസ് സോളിഡ്. അപ്പോൾ നമ്മൾ ക്രിസ്റ്റലൈൻ സോളിഡ്, അമോർഫസ് സോളിഡ് ഒക്കെ പ്രധാനമായിട്ട് അവിടെയാണ് നമ്മൾ കേൾക്കുക. അയൺ, ഗ്രാഫൈറ്റ്, ഡയമണ്ട്, ഗ്ലാസ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്ലാസ് എന്ന് പറയുന്നത് അമോർഫസ് ഹോമോസിലിക്കയാണ്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും ഓപ്ഷൻ 4 തന്നെയാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡയറക്റ്റ് തിയറിയാണ് ചോദിച്ചേക്കുന്നത് അല്ലേ, ഡയറക്റ്റ് തിയറി തന്നെയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ദ വെയിറ്റ് ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് മോളിക്കുലർ മാസ് 40 വിച്ച് ഷുഡ് ബി ഡിസോൾവ്ഡ് ഇൻ 114 gram ഓഫ് ഒക്ടെയ്ൻ ടു റെഡ്യൂസ് ഇറ്റ്സ് വേപ്പർ പ്രഷർ ടു 80%. അപ്പം നമ്മൾ വേപ്പർ പ്രഷറിൻ്റെ ഇക്വേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ റിഡക്ഷൻ ഇൻ വേപ്പർ, ദാറ്റ് ഈസ് P10 മൈനസ് P1 ഡിവൈഡഡ് ബൈ P10 ഈസ് ഈക്വൽ ടു നമ്മൾ പഠിച്ചിട്ടുണ്ട് വെയിറ്റ് ഓഫ് ദി സൊല്യൂട്ട് W2 divided by M2 divided by W1 divided by M1 plus W2 divided by W2 എന്നുള്ള ഇക്വേഷൻ, M2 എന്നുള്ള ഇക്വേഷൻ അല്ലേ. നമ്മൾ AB എന്ന് വിളിക്കുകയാണെങ്കിൽ AB എന്ന് വിളിക്കാം, അല്ലെങ്കിൽ നമുക്ക് 1, 2 എന്ന് വിളിക്കാം. അപ്പം നമ്മൾ AB എന്നാണ് വിളിക്കണമെങ്കിൽ ഇതെല്ലാം B ആയിരിക്കും, ഇത് A ആണ്, ഇത് B ആയിരിക്കും വരിക. അപ്പം നമുക്ക് പല രീതിയിൽ ഇതിനെ വിളിക്കാമല്ലോ. അപ്പോൾ P10 മൈനസ് P1 ഡിവൈഡ് ബൈ P10. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 80% കുറയുമ്പോൾ എന്നുള്ളതാണ്. വേപ്പർ പ്രഷർ ഈസ് റെഡ്യൂസ്ഡ് ടു 80%. അപ്പോൾ ഇനീഷ്യലി 100 ഉണ്ടായിരുന്നു, അത് 80 ആയിട്ട് മാറി. അപ്പോൾ നമുക്ക് എത്രയാണ് കിട്ടുക? 100 മൈനസ് 80 ഡിവൈഡഡ് ബൈ 100 ഇസിക്കൽ ടു WB തന്നിട്ടുണ്ട് അല്ലേ, വെയിറ്റ് ഓഫ് ദി നോൺ വോളറ്റൈൽ സൊല്യൂട്ട്. അതാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. WB നമുക്ക് കണ്ടുപിടിക്കണം. ഡിവൈഡഡ് ബൈ മോളിക്കുലർ മാസ് തന്നിട്ടുണ്ട് 40 ആണ്, ഡിവൈഡഡ് ബൈ WA നമുക്കറിയാം ഒക്ടെയ്ൻ ആണ്. ഒക്ടെയ്ൻ്റെ വെയിറ്റ് തന്നിട്ടുണ്ട് 114 gram ഒക്ടെയ്ൻ എടുത്തിരിക്കുന്നു, അതിൻ്റെ മോളിക്കുലർ മാസ്. സോ മോളിക്കുലർ മാസ് ഓഫ് ഒക്ടെയ്ൻ എന്ന് പറയുന്നത് 114 തന്നെയാണ്. അപ്പോൾ 114 പ്ലസ് നമുക്ക് WB ഡിവൈഡഡ് ബൈ MB എന്ന് എഴുതാം. MB നമുക്ക് തന്നിട്ടുണ്ട്, അത് എത്രയാണ്? 40 ആണ്. മോളിക്കുലർ മാസ് ഓഫ് B 40 ആണ്. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് WB കിട്ടാവുന്നതേ ഉള്ളൂ. സോ WB എന്ന് പറയുന്നത് നമുക്ക് ഓപ്ഷൻ 4 10 gram എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമുക്ക് സിമ്പിളായിട്ട് കിട്ടുന്നൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ഡയറക്റ്റ് ഇക്വേഷൻ ആണ്. ഇക്വേഷൻ ഞാനൊന്ന് പരിചയപ്പെടുത്തി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ഇതുപോലെ തന്നെ നമുക്ക് ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ്, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഓസ്മോട്ടിക് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് തീർച്ചയായിട്ടും അതൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 3ലേക്ക് നമ്മൾ പോകുന്നു. Aqueous solution of AuCl3, AgNO3, CuSO4 are connected in series. When 3 Faraday charge is passed, the ratio of moles of metal deposited on respective electrode is dash എന്നാണ് ചോദ്യം. അപ്പോൾ 3 Faraday of electricity പാസ് ചെയ്യുവാണ്. നമുക്കറിയാം AuCl3യിൽ Au3+ ആണ്. Au3+ പ്ലസ് 3 ഇലക്ട്രോൺ ഗിവിങ് Au. അതായത് നമുക്ക് മനസ്സിലായി 3 Faraday of electricity കടന്നു പോകുമ്പോൾ 1 മോൾ ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അടുത്തത് നമ്മൾ നോക്കുന്നത് AgNO3 ആണ്. AgNO3 Ag+ ആണ്. Ag++ 1 ഇലക്ട്രോൺ ഗിവിങ് Ag ആണ്. അതായത് 1 Faraday കടന്നു പോകുമ്പോൾ 1 മോൾ എന്തുണ്ടാവും? Ag ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അടുത്തത് നമുക്ക് കോപ്പർ 2+ ആണ്. കോപ്പർ 2+ എന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പറായിട്ട് മാറും. നമുക്ക് മനസ്സിലായി 2 Faraday of electricity കടന്നു പോകുമ്പോൾ 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടും. അപ്പോൾ 1 മോൾ ഗോൾഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ 3 Faraday വേണം, 1 മോൾ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യാൻ 1 Faraday വേണം, 1 മോൾ കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടാൻ 2 Faraday വേണം. ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് നമ്മൾ പറയുന്നതാണ്. അപ്പോൾ ഇവിടെ 3 Faraday പാസ് ചെയ്താൽ എത്ര മോൾസ് ഉണ്ടാകും എന്നാണ് ചോദ്യം. അപ്പോൾ സിൻസ് വി ആർ പാസിങ് 3 Faraday ഓഫ് ഇലക്ട്രിസിറ്റി, നമുക്ക് 1 മോൾ ഗോൾഡ് ഉണ്ടാകും. എത്ര മോൾ സിൽവർ ഉണ്ടാകും? 1 Faraday കടന്നു പോകുമ്പോൾ 1 മോൾ ഉണ്ടാകും. അപ്പോൾ 3 Faraday കടന്നു പോകുമ്പോൾ 3 മോൾ സിൽവർ ഉണ്ടാവും. 1 Faraday കടന്നു പോകുമ്പോൾ 2 Faraday കടന്നു പോകുമ്പോൾ 1 മോൾ കോപ്പർ ഉണ്ടാകും. അപ്പോൾ 3 Faraday കടന്നു പോകുമ്പോഴോ 2 Faraday നിന്ന് 1 മോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 Faraday നിന്ന് എത്ര ഉണ്ടാവും? 1/2. ഇപ്പോൾ 3 Faraday നിന്ന് എത്ര ഉണ്ടാവും? 3/2 മോൾ ഉണ്ടാവും. അപ്പോൾ നമുക്ക് 3/2 മോൾസ് ഉണ്ടാവും. നമുക്ക് ഒന്ന് ക്രോസ് ചെയ്താൽ 2:6:3 എന്നുള്ള ഓപ്ഷൻസിലേക്ക് വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ് നമുക്ക് വരിക. 2:6:3 ഓപ്ഷൻ 3 ഈസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ നമ്മൾ ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ജസ്റ്റ് ഒന്ന് ഡയറക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി. അപ്പം എത്ര Faraday വേണം എന്നുള്ള കാര്യം നമ്മൾ ഓർക്കുക. 3 Faraday ഓഫ് ഇലക്ട്രിസിറ്റി, 3 ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ 3 മോൾ ഓഫ് ഇലക്ട്രോൺ. അപ്പം നമുക്ക് 3 Faraday ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ 3 Faraday ഓഫ് ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ 1 മോൾ കോപ്പർ, 1 Faraday ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ 1 മോൾ കോപ്പർ, 2 Faraday ഓഫ് ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ 1 മോൾ കോപ്പർ. നമ്മളെ സിൽവർ കേട്ടോ, 1 Faraday ഇലക്ട്രിസിറ്റി കടന്നു പോകുമ്പോൾ 1 മോൾ സിൽവർ, 2 Faraday കടന്നു പോകുമ്പോൾ 1 മോൾ കോപ്പർ. അപ്പോൾ ആ ഒരു കാര്യം അറിഞ്ഞിരിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 4ലേക്ക് പോകാം. നമുക്കറിയാം കൈനറ്റിക്സിൽ നിന്നാണ് ഈ ചോദ്യം. ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ A ഗിവിംഗ് P, എക്സ്പെരിമെൻ്റൽ 1, 2 എന്ന് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A അത് 5 മോളാർ, 10 മോളാർ, ഹാഫ് ലൈഫ് പീരീഡ് 10 മിനിറ്റ്, പിന്നെ B. അങ്ങനെയാണെങ്കിൽ B എത്രയാണെന്നാണ് ചോദ്യം. നമുക്കറിയാം നമുക്ക് ഇവിടെ സീറോ ഓർഡർ റിയാക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഫോർ എ സീറോ ഓർഡർ റിയാക്ഷൻ നമ്മളൊരു സീറോ ഓർഡർ റിയാക്ഷൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ T half എന്ന് പറയുന്നത് A / 2K ആണ്.
അല്ലെങ്കിൽ നമുക്ക് ടി ഹാഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കോൺസെൻട്രേഷൻ, അതായത് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടി ഹാഫ് 1 ഡിവൈഡഡ് ബൈ ടി ഹാഫ് 2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ്റെ റേഷ്യോ. അപ്പോൾ അതായത് 5/10 എന്ന് വരും. അപ്പോൾ നമുക്ക് ടി ഹാഫ് 1 തന്നിട്ടുണ്ട് 10 മിനിറ്റ് ആണ്. അപ്പോൾ നമുക്കിവിടെ 10 ഡിവൈഡഡ് ബൈ ടി ഹാഫ് 2 ഈസ് ഈക്വൽ ടു നമുക്ക് എത്ര വരും, 5/10 എന്ന് വരും. ദാറ്റ് ഈസ് 1/2 എന്ന് വരും. ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ടി ഹാഫ് കണ്ടുപിടിക്കാം. ടി ഹാഫ് എന്ന് പറയുന്നത് നമുക്ക് 20 മിനിറ്റ് എന്ന് വരും. വളരെ ഈസി ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ തന്നെയാണ് ടി ഹാഫ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ് നമുക്ക് വരിക. ഓപ്ഷൻ 3 ഈസ് എ കറക്റ്റ് ആൻസർ, 20 മിനിറ്റ്സ് എന്നുള്ളത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് നമുക്ക് വരാം. ക്വസ്റ്റ്യൻ നമ്പർ 5ലേക്ക് വരുമ്പോൾ ചാർജ് നീഡഡ് ടു ലിബറേറ്റ് 0.5 ഗ്രാം ആറ്റം ഓഫ് ഡൈവാലന്റ് എലമെന്റ്. 0.5 ഗ്രാം ആറ്റം, 1 ഗ്രാം ആറ്റം എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 1 മോളിന് ഈക്വൽ ആണ് നമുക്കറിയാം. 1 മോള് ഡൈവാലന്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, വാലൻസി 2 ആണ് നമുക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഹാഫ് ഗ്രാം എന്ന് പറഞ്ഞാൽ ഹാഫ് മോളാണ്, ഡൈവാലന്റ് ആയതുകൊണ്ട് 1 ഫാരഡേ തന്നെ വരും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് വരിക, 96500 കൊളംബോ. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, 1 ഗ്രാം ആറ്റം എന്ന് പറഞ്ഞാൽ അത് 1 മോൾ, അത് മോളിഗ്രാം മാസിന് ഈക്വൽ ആണ്. അപ്പോൾ 0.5 ഗ്രാം എന്ന് പറയുന്നത് അതിൻ്റെ പകുതി വരും, ഹാഫ് മോൾ എന്ന് വരും. ഹാഫ് മോളിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ വാലൻസി ഇവിടെ 2 ആണ്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും n/f എന്നുള്ള ഇക്വേഷൻ എപ്പോഴും നമ്മൾ ഓർക്കണം. അപ്പം ഹാഫ് മോളാണ് നമുക്ക് വേണ്ടത്, അല്ലെങ്കിൽ ഹാഫ് മോളാണ് നമുക്കുള്ളത്. അങ്ങനെയാണെങ്കിൽ വാലൻസി 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 96500 തന്നെ നമുക്ക് കൃത്യമായിട്ട് വരും. ക്വസ്റ്റ്യൻ നമ്പർ 6ലേക്ക് നമ്മൾ പോകാം. സം സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ അബൌട്ട് ഫിസിക്സ് ഓപ്ഷൻ. ഇറ്റ് ഈസ് എ സ്പോണ്ടേനിയസ് ഇൻ നേച്ചർ, ഡെൽറ്റ എച്ച് ഈസ് നെഗറ്റീവ്, ഡെൽറ്റ എച്ച് ഈസ് പോസിറ്റീവ്, അഡ്സോർപ്ഷൻ ഓഫ് എ ഗ്യാസ് ഓൺ സോളിഡ് ഈസ് റിവേഴ്സിബിൾ, എമംഗ് ദി അബവ് ദ ഫോൾ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ എന്നാണ് ചോദ്യം. തെറ്റിപ്പോയത് ഏതെന്നാണ് ചോദ്യം. നമുക്കറിയാം സ്പോണ്ടേനിയസ് നേച്ചർ ഓക്കെയാണ്, ഡെൽറ്റ എച്ച് നെഗറ്റീവ് ആണ് എന്നുള്ള കാര്യം ഓക്കെയാണ്. ഫിസിക്സ് ഓപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം സർഫസ് കെമിസ്ട്രി കേൾക്കുന്നതാണ്. പക്ഷേ ഡെൽറ്റ ഐസ് പോസിറ്റീവ് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല, ഡെൽറ്റ ഐസ് നെഗറ്റീവ് ആണ് നമുക്കറിയാം. അപ്പോൾ ഒൺലി സി ഈസ് ദ കറക്റ്റ് ആൻസർ വരിക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് നമുക്ക് വരിക. നെക്സ്റ്റ് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ എമംഗ് ദി ഫോളോയിങ് മോസ്റ്റ് അസിഡിക് ഏതെന്നാണ് ചോദ്യം. സെക്കൻഡ് ഇയർ പി ബ്ലോക്കിൽ നമ്മൾ പറയുന്നുണ്ട്, അതായത് ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം താഴേക്ക് വരുന്നതനുസരിച്ച് ബോണ്ട് ലെങ്ത് കൂടും. സോ കെ വാല്യൂസ് ഒക്കെ അവിടെ നമ്മൾ എടുത്ത് പറയുന്നതാണ് ആ ടേബിളിൽ. അപ്പോൾ H2Tക്കാണ് കെ വാല്യൂ കൂടുതൽ. സോ ദാറ്റ് ഈസ് മോസ്റ്റ് അസിഡിക് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് നമുക്ക് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് പോകാം. ഓൺ ഹീറ്റിംഗ് അമോണിയം ഡൈക്രോമേറ്റ് ദ പ്രോഡക്റ്റ് വിച്ച് ഈസ് നോട്ട് ഒബ്റ്റെയിൻഡ് ഈസ്. അമോണിയം ഡൈക്രോമേറ്റിന് ഹീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാക്കാൻ പറ്റാത്തത്. അപ്പോൾ അമോണിയം ഡൈക്രോമേറ്റ് എന്ന് പറയുമ്പോൾ NH4 2 Cr2O7 ആണ്. ഇതിന് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക നൈട്രജൻ ഗ്യാസ് കിട്ടും, Cr2O3 കിട്ടും, അതുപോലെ തന്നെ നമുക്ക് H2O കിട്ടും. അപ്പം നമുക്ക് കിട്ടുന്നത് ഏതാണ്, നൈട്രജൻ ഗ്യാസ് ഒക്കെ കിട്ടും. നൈട്രജൻ ഗ്യാസ് കിട്ടും, Cr2O3 കിട്ടും, H2O കിട്ടും. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് ഏതാണ് കിട്ടാത്തത് ഏത് എന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ഓക്സിജൻ ആണ് നമുക്ക് കിട്ടാതെ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 9ലേക്ക് പോകാം. ദ അയോൺ ദാറ്റ് കനോട്ട് അണ്ടർഗോ ഡിസ്പ്രപ്പോർഷനേഷൻ. ഡിസ്പ്രപ്പോർഷനേഷൻ നടത്താത്തത് ഏതെന്നാണ് ചോദ്യം. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ നടത്തണമെങ്കിലുള്ള കണ്ടീഷൻ നമുക്കറിയാം, ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ആവരുത്, ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലും ആവരുത്. കാരണം ഒരാളുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് തന്നെ കൂടുകയും കുറയുകയും ചെയ്യണം, അതാണ് ഡിസ്പ്രപ്പോർഷനേഷൻ. അപ്പം ഒരാളുടെ ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരുന്നാൽ പിന്നെ കൂടാൻ പറ്റത്തില്ല, ലോവസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ ഇരുന്നാൽ പിന്നെ കുറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത് രണ്ടും വേണമെങ്കിൽ ഇൻ ബിറ്റ്വീൻ ഇരിക്കണം. അപ്പോൾ ഇവിടെ ഉണ്ടാക്കാത്തത് കനോട്ട് അണ്ടർഗോ എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ക്ലോറിൻ്റെ ലോവസ്റ്റ് അല്ലെങ്കിൽ ക്ലോറിൻ്റെ ഹയസ്റ്റ്. നമുക്കറിയാം ഈ ClO4 മൈനസിലേക്ക് വരുമ്പോൾ ക്ലോറിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ് അത് എക്സിസ്റ്റ് ചെയ്യുക, ദാറ്റ് ഈസ് +7 ആണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇനി അതിന് കൂട്ടാൻ പറ്റില്ല. അപ്പോൾ ഡിസ്പ്രപ്പോർഷനേഷൻ നടത്താൻ പറ്റാത്ത ഒരു ഓപ്ഷൻ അവിടെ വന്നിട്ടുള്ള ഓപ്ഷൻ 1 ആണ്. ബിക്കോസ് ക്ലോറിൻ ഈസ് ഇൻ ദ +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇനി അതിന്മേൽ അത് കൂട്ടാനായിട്ട് അതിന് സാധ്യമല്ലാത്തതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻ നമ്പർ 10ലേക്ക് പോകാം. ദ ഹൈബ്രിഡൈസേഷൻ ഓഫ് Fe in Fe6 3- ഈസ് sp3d2. ദ നമ്പർ ഓഫ് അൺപെയ്ഡ് ഇലക്ട്രോൺ പ്രസന്റ് ഇൻ ഇറ്റ് ഈസ് ഡാഷ് എന്നാണ് ചോദ്യം. അപ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് പ്രസന്റ്, അപ്പോൾ Fe3+ ആണ് അവിടെ നമുക്ക് വന്നിരിക്കുന്നത്, Feയുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അപ്പോൾ നമുക്കിവിടെ വരിക D5 കോൺഫിഗറേഷൻ ആണ്. Fe3+ ആണ്, D5 കോൺഫിഗറേഷൻ ആണ്. വീക്ക് ലിഗാൻഡാണ് ഫ്ലൂറിന് നമുക്കറിയാം. അപ്പോൾ എത്ര അൺപെയ്ഡ് ഇലക്ട്രോൺസ് അവിടെ വന്നിട്ടുണ്ടാകും, 5 അൺപെയ്ഡ് ഇലക്ട്രോൺ വന്നിട്ടുണ്ടാകും. കാരണം ഫ്ലൂറിന് ഒരു വീക്ക് ലിഗാൻഡാണ്, ഫോഴ്സ്ഡ് പെയറപ്പ് ഒന്നും നടത്തത്തില്ല. അപ്പോൾ 5 അൺപെയ്ഡ് ഇലക്ട്രോൺസ് അവിടെ ഉണ്ടാവും. കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നിന്ന് നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു ചോദ്യമാണ് അത്. അപ്പോൾ ഡയറക്റ്റ് കോർഡിനേഷൻ കെമിസ്ട്രിയിൽ നമ്മൾ ഇതുപോലത്തെ ചോദ്യങ്ങൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഒക്കെ നമ്മളവിടെ പഠിക്കുന്നുണ്ട്, അതൊന്ന് നോക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 11ലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 11, ഈഥൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് KCN ടു ഗീവ് X ആസ് മേജർ പ്രോഡക്റ്റ്. കോവാലൻസി ഓഫ് നൈട്രജൻ ആൻഡ് കാർബൺ റെസ്പെക്റ്റീവ്ലി ഇൻ ദ ഫംഗ്ഷൻ ഗ്രൂപ്പ് X ഈസ് ഡാഷ് എന്നാണ് ചോദ്യം. അപ്പോൾ ഈഥൈൽ ക്ലോറൈഡ് റിയാക്ട് വിത്ത് പൊട്ടാസ്യം സയനൈഡ്. അപ്പോൾ ഈഥൈൽ ക്ലോറൈഡ് വെൻ ഇറ്റ് ഈസ് റിയാക്ട് വിത്ത് KCN
നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ക്ലോറിൻ മാറി അവിടെ C ട്രിപ്പിൾ ബോണ്ട് N കിട്ടും. ഇവിടുത്തെ കാർബണിൻ്റെയും നൈട്രജൻ്റെയും കോവാലൻസി എന്തെന്നാണ് ഇവിടുത്തെ ചോദ്യം. നൈട്രജൻ ആൻഡ് കാർബൺ റെസ്പെക്റ്റീവ്ലി അങ്ങനെ തന്നെ നോക്കണം കേട്ടോ. നൈട്രജൻ്റെ കോവാലൻസി നമുക്ക് ഇവിടെ 3 ആണ് വരിക കമ്പൈനിങ് കപ്പാസിറ്റി. കാർബണിൻ്റെത് എത്രയാണ് കമ്പൈനിങ് കപ്പാസിറ്റി വന്നേക്കുന്നത്? 4 ആണ് അല്ലേ. അപ്പം നൈട്രജൻ്റെത് ആൻഡ് കാർബൺ റെസ്പെക്റ്റീവ്ലി. അപ്പം നൈട്രജൻ്റെ 3 ആണ്, കാർബണിൻ്റെ 4 ആണ്. ഓപ്ഷൻ 4 ഈസ് എ കറക്റ്റ് ആൻസർ നമുക്ക് വരും. അപ്പോൾ റെഗുലർ അതേ ഓർഡറിൽ തന്നെ നോക്കുക എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ക്വസ്റ്റ്യൻ നമ്പർ 12ലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 12. The number of compounds given below which undergo silver mirror test is. സിൽവർ മിറർ ടെസ്റ്റ് ടോളറൻസ് ടെസ്റ്റ് നടത്തുന്നത് ആൽഡിഹൈഡ് ആണ് നമുക്കറിയാം. അപ്പോൾ ആൽഡിഹൈഡ് എന്നുള്ള കാര്യം ഓർത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ എ തന്നിട്ടുണ്ട്, ആൽഡിഹൈഡ് ആണ്. പിന്നെ നമുക്ക് ഈ ഒരു ആൽഡിഹൈഡ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ആൽഡിഹൈഡിലേക്ക് വരുമ്പോൾ HCHO തന്നിട്ടുണ്ട്, CH3CHO തന്നിട്ടുണ്ട്, CH3COH തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ നോക്കിക്കേ, ഇവിടെ ഈ ആൽഡിഹൈഡുകളെല്ലാം വളരെ ഈസി ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് നമുക്ക് എന്ത് തരും? ഈ ഒരു സിൽവർ മിറർ ടെസ്റ്റ് തരുമെന്ന് നമുക്കറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എത്ര ആൽഡിഹൈഡ് ഉണ്ടെന്ന് നോക്കുക. അപ്പോൾ 1, 2 and 3 ആൽഡിഹൈഡ്സ് ആണുള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് നമുക്ക് വരിക. സോ ക്വസ്റ്റ്യൻ നമ്പർ 12 ഓപ്ഷൻ 2 ഈസ് എ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 13. പ്രോണ്ടോസിൽ എന്നാണ്, പ്രോട്ടോസിൽ എന്നല്ല, പ്രോണ്ടോസിലാണ്. പ്രോണ്ടോസിൽ ഈസ് ഓർ ആൻ എന്നാണ് ചോദ്യം. അപ്പോൾ പ്രോണ്ടോസിൽ ആൻറ്റി ഹിസ്റ്റമീൻ ആണോ, ആൻറ്റി മൈക്രോബിയൽ ആണോ, ആൻറ്റി ഫെർട്ടിലിറ്റി ഡ്രഗ് ആണോ, ഹിപ്നോട്ടിക് ഡ്രഗ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ പ്രോണ്ടോസിൽ എന്ന് പറയുന്നത് ഒരു ആൻറ്റി മൈക്രോബിയൽ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് നമുക്ക് വരിക, ആൻറ്റി മൈക്രോബിയൽ. ക്വസ്റ്റ്യൻ നമ്പർ 14ലേക്ക് നമുക്ക് പോകാം. ചൂസ് ദി കറക്റ്റ് ആൽക്കൈൻ ആൻഡ് റിയേജൻ ഫോർ ദി പ്രിപ്പറേഷൻ എന്നാണ് ചോദ്യം. അപ്പം പ്രിപ്പറേഷൻ ഓഫ് ദിസ് കോമ്പൗണ്ട്. അപ്പോൾ ഇതിന് ഏത് ആൽക്കൈൻ എടുക്കണം എന്നുള്ളതാണ് ചോദ്യം. അപ്പം സൾഫ്യൂരിക് ആസിഡ് H2SO4 റിയാക്ഷൻ ആണെന്ന് നമുക്കറിയാം. ഒരു മാർക്കോണിക്കോസ് അഡീഷൻ റിയാക്ഷൻ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലുണ്ടാവണം. അപ്പോൾ നമുക്കിതിൽ ഏത് ആൽക്കൈൻ എടുത്താൽ ഈ കറസ്പോണ്ടിങ് കീറ്റോൺ കിട്ടുമെന്നാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ വാട്ടർ അഡീഷൻ ആണ്, ഒരു മാർക്കോണിക്കോസ് അഡീഷൻ ഓഫ് വാട്ടർ ആണ് നമുക്ക് നടത്തുക. അപ്പോൾ നമ്മൾ കറക്റ്റ് ഓപ്ഷനിലേക്ക് വന്നാൽ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ ആദ്യമേ നമുക്ക് ആ കറക്റ്റ് ഓപ്ഷനാണ് നമുക്ക് നോക്കാം. നമുക്കിവിടെ ട്രിപ്പിൾ ബോണ്ട് വന്നാൽ ഇവിടെ മാർക്കോണിക്കോസ് അഡീഷൻ ഞാൻ നടത്തുവാണ്. H2SO4 അതുപോലെ തന്നെ HgSO4 അഡീഷൻ നടത്തുവാണ്. ആക്ച്വലി വാട്ടർ അഡീഷൻ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരിടത്തേക്ക് H വരും, മറ്റൊരിടത്തേക്ക് OH പോകും. പക്ഷേ ഇവിടെ H എവിടെ OH വരും എന്ന് ചോദിച്ചാൽ നമ്മുടെ മാർക്കോണിക്കോസ് അഡീഷൻ, ഹൈഡ്രജൻ കൂടുതലുള്ളിടത്തേക്ക് ഹൈഡ്രജൻ പോകും എന്നുള്ളതാണ്. ഹൈഡ്രജൻ കുറവുള്ളിടത്തേക്ക് നമുക്ക് അവിടെ എന്ത് വരും? OH ഗ്രൂപ്പ് വരും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നമുക്ക് OH വരും, ഇവിടെ നമുക്ക് ഡബിൾ ബോണ്ട് കഴിഞ്ഞിട്ട് അവിടെ H വരും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ഒരു ഡബിൾ ബോണ്ട് മാറും, ട്രിപ്പിൾ ബോണ്ട് മാറി ഡബിൾ ബോണ്ടായിട്ട് മാറും എന്നുള്ളത് ശ്രദ്ധിക്കുക. ഇനി നമുക്കറിയാം ഇത് അൺസ്റ്റേബിൾ ആണ്, ഇത് ടോട്ടോമറൈസേഷൻ നടക്കും. ടോട്ടോമറൈസേഷൻ നടന്നു കഴിഞ്ഞാൽ കീറ്റോയിനോൾ ടോട്ടോമറൈസോ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ സഡൻലി ഇറ്റ് വിൽ കൺവേർട്ട് ടു C ഡബിൾ ബോണ്ടോ CH3 ആയിട്ട് മാറും. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് കിട്ടണമെങ്കിൽ അത് തന്നെ നമുക്ക് എടുക്കണം. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഓരോന്നിലും ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ ഡബിൾ ബോണ്ട് വന്നു കഴിഞ്ഞാൽ അത് സിംഗിൾ ബോണ്ടിലേക്കാണ് മാറുക. അപ്പോൾ ഒരിക്കലും നമുക്ക് ഈനോളെ ഉണ്ടാവുള്ളൂ, കീറ്റോൺ ഉണ്ടാവത്തില്ല. അപ്പോൾ ഡബിൾ ബോണ്ട് ഒരിക്കലും ആൻസർ ആയിട്ട് വരാൻ ചാൻസ് ഇല്ല. അപ്പോൾ ട്രിപ്പിൾ ബോണ്ട് ഉള്ളതാണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ട്രിപ്പിൾ ബോണ്ടുള്ള 2 ഓപ്ഷൻസുകൾ നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഈ ഒരു കോമ്പൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു ഓപ്ഷൻ 3 നമുക്ക് കറക്റ്റ് ആൻസർ, ഓപ്ഷൻ 2 കറക്റ്റ് എന്നുള്ളത് നമുക്ക് വരും. അപ്പോൾ പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ റിയേജൻ്റ് ഏതാണെന്നും കൂടെ നമ്മളൊന്ന് സ്പെസിഫൈ ചെയ്യണം. ഇവിടെ HgSO4 H2SO4 H2 ആണ്, ഇവിടെ മാർക്കോണിക്കോസ് അഡീഷൻ ആണ്, അത് അറിഞ്ഞിരിക്കുക. നേരെ മറിച്ച് BH3 അഡീഷൻ ആൻറ്റി മാർക്കോണിക്കോസ് ആണ്. അപ്പോൾ രണ്ടും ഒരേ പ്രോഡക്റ്റ് റിയാക്റ്റൻ്റ് തന്നെയാണ്, പക്ഷേ ഒരെണ്ണം ആൻറ്റി മാർക്കോണി, മറ്റത് മാർക്കോണിയാണ്. അപ്പോൾ ഇവിടെയാണെങ്കിൽ ആൻറ്റി മാർക്കോണിക്കോസ് അഡീഷൻ ആയിരിക്കും നടക്കുക, ഇവിടെയാണെങ്കിൽ മാർക്കോണിക്കോസ് അഡീഷൻ. അപ്പോൾ മാർക്കോണിക്കോസ് അഡീഷൻ നടന്നാലാണ് നമുക്ക് പ്രോഡക്റ്റ് കിട്ടുക. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ അല്പം നല്ലൊരു ക്വസ്റ്റൻ ആണ്, കാരണം ഈ ഒരു BH3 ഡൈബൊറൈനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു അഡീഷൻ നമ്മൾ ശരിക്കും NCERT-യിലുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടത്തുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ പോകുന്നു. ക്വസ്റ്റ്യൻ നമ്പർ 15. ദ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ പ്രസന്റ് ഇൻ N2O3 മോളിക്യൂൾ ഈസ് ഡാഷ്. അപ്പോൾ N2O3 മോളിക്യൂളിൻ്റെ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമുക്കറിയാം N2O3 ശരിക്കും N2O3 സ്ട്രക്ചർ നമ്മൾ വരയ്ക്കുക ഡബിൾ ബോണ്ടോ ON ഡബിൾ ബോണ്ടോ, ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ വരിക. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് ലോൺ പെയർ പ്രസൻറ്റ് എത്രയാണെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ലോൺ പെയർ ഉണ്ട്, നമുക്കറിയാം 2 എണ്ണം. ഇവിടെ ലോൺ പെയർ നമുക്ക് 3 എണ്ണമുണ്ട്. ഇവിടെ ലോൺ പെയർ 2 എണ്ണം ഉണ്ട്. അപ്പോൾ 2, 4, 3, 7. ഈ നൈട്രജനിൽ ഒരു ലോൺ പെയർ ഉണ്ട്. അങ്ങനെ 8 എണ്ണം വരും അല്ലേ. ശരിക്കും നൈട്രജനിൽ എണ്ണം മറന്നു പോകരുത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് വരിക. അപ്പോൾ ഓർക്കുക ഇവിടെ 2 എണ്ണം, ഡബിൾ ബോണ്ടുള്ള ഓക്സിജനിൽ 2 എണ്ണം, പിന്നെ ഇവിടെ 3 എണ്ണം, നൈട്രജനിലെ ഒരെണ്ണം കൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ അങ്ങനെ ടോട്ടൽ 8 എണ്ണമാണ് ഇവിടെ വരിക. ക്വസ്റ്റ്യൻ നമ്പർ 16ലേക്ക് നമുക്ക് പോകാം. റൈറ്റ് ദി പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. നമ്മൾ ഈ ഒരു റിയാക്ഷനിലേക്ക് വരുമ്പോൾ ഹാലോഫോം റിയാക്ഷനെ പറ്റി ഓർക്കുക. അയഡിൻ ഇൻ ദ പ്രസൻസ് ഓഫ് NaOH ഹാലോഫോം റിയാക്ഷൻ ഹീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു കോമ്പൗണ്ടിലേക്ക് നമ്മൾ വരുമ്പോൾ
CH3CO ഗ്രൂപ്പ് ഉള്ളവിടത്ത് ഹാലോഫോം റിയാക്ഷൻ നടക്കും നമുക്കറിയാം. അപ്പോൾ അവിടെ അതെന്തായിട്ടാണ് മാറുന്നത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. C ഡബിൾ ബോണ്ടോ ONA ആണ്, അല്ലെങ്കിൽ O- എന്ന് നമുക്ക് എഴുതാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഹാലോഫോം റിയാക്ഷൻ ആണ് ഇനീഷ്യലി നടന്നത്. അവിടെ ME എന്ന് പറയണത് മീഥൈൽ ഗ്രൂപ്പ് എന്ന് പറയണത് CHI3 ആയിട്ട് മാറും. അപ്പോൾ ആ ഒരു റിയാക്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഹാലോഫോം റിയാക്ഷൻ ആൽഡിഹൈഡ് കീറ്റോൺസിൽ. അതായത് CH3CO ഗ്രൂപ്പ് ഉള്ളിടത്ത്, അതാണ് നമ്മൾ സിമ്പിളായിട്ട് നമ്മൾ പറയുക, CH3CO ഗ്രൂപ്പ് ഉള്ളിടത്ത് ഐഡിൻ ഇൻ ദ പ്രസൻസ് ഓഫ് എ ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, നമുക്ക് ആ ഹാലോഫോം റിയാക്ഷൻ പറയാം. തുടർന്ന് നമ്മൾ എന്താ ചെയ്യുന്നത്, H3O+ അഡീഷൻ ആണ് അവരവിടെ നടത്തിയേക്കുന്നത്. അപ്പോൾ H3O+ അഡീഷൻ നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ H+ ആഡപ്പ് ആവുന്നു. അപ്പോൾ H+ ആഡപ്പ് ആയി കഴിയുമ്പോൾ നമുക്കിവിടെ എന്താ കിട്ടുന്നത് നമുക്ക് നോക്കാം. C ഡബിൾ ബോണ്ടോ നമുക്ക് ഡബിൾ ബോണ്ടോ OH ആയിട്ട് മാറുന്നു. പിന്നീട് നമ്മൾ ഹീറ്റ് ചെയ്യുവാണ്. ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും സംഭവിക്കുക, അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുക ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ ആണ്. അപ്പോൾ ഡീകാർബോക്സിലേഷൻ റിയാക്ഷൻ നടന്നു കഴിയുമ്പോൾ നമുക്ക് C ഡബിൾ ബോണ്ടോ ഗ്രൂപ്പ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇവിടെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് എലിമിനേറ്റ് ചെയ്യുന്നു, ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. സോ നമുക്ക് ആൻസർ കിട്ടുക ഇതാണ്. സോ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ആൻസർ ഈസ് ഓപ്ഷൻ 1. അപ്പോൾ ആ റിയാക്ഷൻ്റെ പാറ്റേൺ എന്ന് ഓർക്കുക, ഹാലോഫോം റിയാക്ഷൻ, ഹൈഡ്രോളിസിസ്, ദെൻ ഡീകാർബോക്സിലേഷൻ. Question number 70 നമ്മൾ വരുന്നു. 17th question. Which of the following polymer need at least one diene monomer for the preparation എന്നാണ്. അപ്പം വൺ ഡൈൻ ഫോർ പ്രിപ്പറേഷൻ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഡാക്രോൺ, ടെറിലീൻ ഓർ ഡാക്രോൺ നമ്മൾക്കറിയാം. ബ്യൂണ S 1,3 ബീറ്റ ഡൈൻ ആൻഡ് സ്റ്റൈറീൻ ആണ്. നിയോപ്രീൻ, ക്ലോറോപ്രീൻ ആണ്. നൊവോലാക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നൊവോലാക്ക് എന്ന് പറയുന്നത് ലീനിയർ പോളിമറായിട്ട്, അതായത് ബേക്കലൈറ്റിൻ്റെ പ്രിപ്പറേഷന് വരുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ അറ്റ്ലീസ്റ്റ് വൺ ഡൈൻ മോണോമർ ഫോർ ദി പ്രിപ്പറേഷൻ ഏതെന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ബ്യൂണ എസ്സിലുണ്ട്, അതുപോലെ നിയോപ്രീനിലുണ്ട്. നിയോപ്രീൻ എന്ന് പറയുന്നത് ക്ലോറോപ്രീൻ ആണ്. 2 ക്ലോറോ 1,3 ബീറ്റ ഡൈൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുക. അപ്പോൾ ഈ രണ്ടെണ്ണത്തിലാണ് അറ്റ്ലീസ്റ്റ് വൺ ഡൈൻ മോളിക്യൂൾ ഉള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് നമുക്ക് വരിക. അപ്പോൾ ഈ ക്വസ്റ്റിൻ്റെ പ്രത്യേകത ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മൾ മോണോമറിനെ പറ്റി അറിയുകയല്ല, മോണോമറിൽ ഡൈൻ ഉണ്ടോ എന്നുള്ളത് അറിയുക. അതാണ് അവിടെ ഇവർ ഏറ്റവും കൂടുതൽ നോട്ട് ചെയ്തത് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 18. ഐഡൻറ്റിഫൈ C ഇൻ ദ റിയാക്ഷൻ. നമ്മൾ നോക്കിക്കേ, നമുക്ക് CH3 ഗ്രൂപ്പ് ഉണ്ട്, NH2 ഗ്രൂപ്പ് ഉണ്ട്, നൈട്രസ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കറിയാം NH2 ഗ്രൂപ്പ് ഡയസോഡൈസേഷൻ റിയാക്ഷൻ 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. അമീൻസിൻ്റെ ചാപ്റ്ററിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പിൽ എന്താ സംഭവിക്കുന്നത് നമ്മൾ നോക്കാം. CH3 അതുപോലെ തന്നെ നിൽക്കുന്നു, NH2 ആണ്. അവിടെ ഡയാസോഡൈസേഷൻ റിയാക്ഷൻ നടക്കുന്നു. NaNO2 ഇൻ ദ പ്രസൻസ് ഓഫ് HCl അറ്റ് 0 ഡിഗ്രി സെൽഷ്യസ് നമുക്ക് ഡൈസോണിയം സോൾട്ട് ഫോം ചെയ്യുന്നു. ദാറ്റ് ഈസ് N2 + Cl- ആയിട്ട് മാറുന്നു. ഇവിടെ CH3 നിൽക്കുന്നു. തുടർന്ന് നമ്മൾ ഹൈഡ്രോളിസിസ് നടത്തുവാണ്. ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അവിടെ അതെന്തായിട്ടാണ് മാറുക, അത് N2Cl, അത് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ OH വരും. അപ്പം നമുക്കിവിടെ CH3 കിട്ടുന്നു. അവിടെ നമുക്ക് ഏത് ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, OH ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. പിന്നെ നമുക്ക് ക്ലോറോഫോം ഇൻ ദ പ്രസൻസ് ഓഫ് KOH ആണ്. CHCl3 ഇൻ ദ പ്രസൻസ് ഓഫ് KOH ആണ്. ഡൈല്യൂട്ട് HCl ആഡ് ചെയ്യുന്നുണ്ട്. ക്ലോറോഫോം KOH നമ്മൾ റീമർ റിയാക്ഷനൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ നമുക്കിവിടെ കിട്ടുക ഫീനോൾ ഗ്രൂപ്പിൻ്റെ ഓർത്തോ പൊസിഷനിൽ ആൽഡിഹൈഡ് വരിക എന്നുള്ളതാണ്. ഇതാണ് നമുക്ക് പ്രോഡക്റ്റ് ആയിട്ട് വരിക. സോ ഇവിടെ ഏതാണ് പ്രോഡക്റ്റ് വരിക, ഫീനോളിൻ്റെ ഓർത്തോ പൊസിഷനിൽ അല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ നമുക്ക് എന്താ കിട്ടുക, 3 ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ആ ഒരു ആൻസറിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ ഓപ്ഷൻ കറക്റ്റ് ആൻസറിലേക്ക് വരുമ്പോൾ നമുക്ക് 3 തന്നെ. ഒരു വേറെ നമുക്ക് ഇവിടെ മെറ്റാ പൊസിഷനിലാണ് വന്നേക്കുന്നത്, ഇവിടെ ക്ലോറിനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി കുറച്ച് ഓപ്ഷൻസ് അവർ കൊടുത്തിട്ടുണ്ട്. ആൻസർ ഓപ്ഷൻ 3 ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 90 പോകാം. സൊല്യൂഷൻ ഓഫ് അസിയോട്രോപിക് നൈട്രിക് ആസിഡ് കണ്ടെയ്ൻസ് എന്നാണ്. അപ്പോൾ അസിയോട്രോപിക് നൈട്രിക് ആസിഡ് സൊല്യൂഷനിലുള്ളത് 68% നൈട്രിക് ആസിഡും 32% വാട്ടർ ബൈ മാസും ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ് നമുക്ക് വരിക. സോ ക്വസ്റ്റ്യൻ നമ്പർ 19 ഓപ്ഷൻ നമുക്ക് 3 ആണ് വരിക. 68% നൈട്രിക് ആസിഡ് ആൻഡ് 32% വാട്ടർ. ക്വസ്റ്റ്യൻ നമ്പർ 20 വരാം. കോമൺ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ബോക്സൈറ്റ് ആർ. ഇമ്പ്യൂരിറ്റീസ്, അതായത് ബോക്സൈറ്റിൽ വരുന്ന കോമൺ ആയിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ്. നമ്മൾ NCERT ഡയറക്റ്റ് മെറ്റലർജി എന്നുള്ളൊരു ചോദ്യം തന്നെയാണ്, കോമൺ ഇമ്പ്യൂരിറ്റി പ്രസൻറ്റ് ഇതിൽ ഏതാണെന്നുള്ളത്. സോ ആൻസർ നമുക്ക് ഏതാണ് വരിക, നമുക്ക് Fe2O3 ഉണ്ട്, അതുപോലെ തന്നെ SiO2 ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് വരിക. കോമൺ ഇമ്പ്യൂരിറ്റീസ് പ്രസൻറ്റ് ഇൻ ബോക്സൈറ്റിലുള്ളത്, പ്രത്യേകിച്ച് SiO2, ഇപ്പോൾ പോലെ ടൈറ്റാനിയത്തിൻ്റെ ഡയോക്സൈഡ്, ഇതൊക്കെ അയണിൻ്റെ ഓക്സൈഡ്, ഇതൊക്കെ നമുക്ക് അതിനകത്ത് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇവിടെ ടൈറ്റാനിയത്തിൻ്റെ കൊടുത്തിട്ടില്ല, ആൻസർ ഓപ്ഷൻ 2 വരും. ക്വസ്റ്റ്യൻ നമ്പർ 21 നമുക്ക് പോകാം. 21 വന്നാൽ വിച്ച് ഓഫ് ദി ഫോളോയിങ് ലാന്തനോയിഡ് ഈസ് റേഡിയാക്റ്റീവ്. റേഡിയാക്റ്റീവ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ലാന്തനോയിഡ് ഏത് എന്നുള്ളത് ചോദിച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആൻസർ തന്നെയാണ്, പ്രൊമിത്തിയമാണ് റേഡിയാക്റ്റീവ് ആയിട്ടുള്ള ഒരു ലാന്തനോയിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 22. വിച്ച് ഓഫ് ദി ഫോളോയിങ് ദ യൂണിറ്റ്സ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ആൻഡ് റേറ്റ് ഓഫ് റിയാക്ഷൻസ് ആർ സെയിം. റേറ്റ് കോൺസ്റ്റൻറ്റിൻ്റെ യൂണിറ്റും റേറ്റ് ഓഫ് ദി റിയാക്ഷനും സെയിം ആയിട്ടുള്ളത്. നമുക്കറിയാം റേറ്റ് കോൺസ്റ്റൻറ്റ് യൂണിറ്റും റേറ്റും സെയിം ആയിട്ട് വരണമെങ്കിൽ നമുക്ക് dx/dt എന്ന് പറയുന്നത് = K എന്ന് തന്നെ വരണം. അപ്പോൾ അങ്ങനെ വരുന്ന ഒരേ എണ്ണം 0 ഓർഡർ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 1 ആണ് വരിക. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 0 ഓർഡർ റിയാക്ഷൻ.
അപ്പോൾ 22 ക്വസ്റ്റ്യൻ ഓപ്ഷൻ 1 ഈസ് എ കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 23ലേക്ക് നമുക്ക് പോകാം. 23ലേക്ക് വന്നാൽ ഫോർ ദ റിയാക്ഷൻ A+2B പ്രോഡക്റ്റ് ദ റേറ്റ് ലോ എക്സ്പ്രഷൻ ഈസ് ഡാഷ് എന്നാണ് ചോദ്യം. അപ്പോൾ റേറ്റ് ലോ എക്സ്പ്രഷനിലേക്ക് വന്നാൽ A+2B ഗിവിംഗ് പ്രോഡക്റ്റ് ആണ്. നമുക്ക് A+2B ഗിവിംഗ് എന്താണ് പ്രോഡക്റ്റ്? ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻², B⁻², റേറ്റ് ഇൻറ്റു K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് A⁻². കാൺ സേ. സോ ദാറ്റ് ഈസ് എ കറക്റ്റ് ആൻസർ. കാരണം ചുമ്മാ ഒരു ഇക്വേഷൻ നോക്കിയിട്ട് നമുക്ക് റേറ്റ് ലോ എക്സ്പ്രഷൻ എഴുതാനായിട്ട് പറ്റത്തില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഓപ്ഷൻ 4 തന്നെയാണ് കറക്റ്റ് ആൻസറിലേക്ക് വരിക. വി കനോട്ട് സേ ദ കറക്റ്റ് റേറ്റ് ലോ എക്സ്പ്രഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 24ലേക്ക് നമുക്ക് പോകാം. മോസ്റ്റ് ബേസിക് ഓക്സൈഡ് ബേസിക് ഓഫ് ദി ഫോളോയിങ് ഏതെന്നാണ് ചോദ്യം. നമ്മൾ ബേസിക് നേച്ചറിലേക്ക് വരുമ്പോൾ സീറിയത്തിൻ്റെ ആണ് ഹൈഡ്രോക്സൈഡ് ആണ് മോസ്റ്റ് ബേസിക് ആയിട്ട് നമ്മൾ വരിക. പിന്നെയാണ് യൂറോപ്യത്തിൻ്റെത് വരിക. അതിനുശേഷം ഇറ്റർബിയം വരും. അതിനുശേഷം ലുട്ടീഷ്യം വരും. ലാന്ത്രോയിഡ് കോൺട്രാക്ഷൻ ഒക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ഈസ് എ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റൻ NCERT കൊടുത്തിട്ടുള്ളത് കൊണ്ട് അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 25 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോർ ബേസിക് ദാൻ അനിലീൻ? അനിലീനേക്കാളും മോർ ബേസിക്. അനിലീൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതാണ് NH2 ഗ്രൂപ്പാണ് വരിക. ബെൻസൈലമീൻ നമുക്ക് തന്നിട്ടുണ്ട്. ഓപ്ഷൻ 1 നമുക്ക് തന്നേക്കുന്ന ബെൻസൈലമീൻ ആണ്. സോ ദിസ് ഈസ് ബെൻസൈലമീൻ. നമുക്കറിയാം ഇതൊരു ആലിഫാറ്റിക് ആണ്, ഇത് ആരോമാറ്റിക് ആണ്. അപ്പോൾ ആലിഫാറ്റിക് ആയിട്ടുള്ള അമീൻസ് ആണ് ആരോമാറ്റിക്കിനേക്കാളും കൂടുതൽ ബേസിക് ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആൻസർ ഓപ്ഷൻ 1 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. എങ്ങനെയാണ് ചിന്തിച്ചത്? നമ്മൾ അമീൻസിൻ്റെ ബേസിക് സ്ട്രെങ്തിൽ നമ്മൾ പഠിക്കുന്ന കാര്യമാണ്. ആലിഫാറ്റിക് അമീൻസ് ആർ മോർ ബേസിക് ദാൻ ആരോമാറ്റിക്. സോ അനിലീൻ ആരോമാറ്റിക് ആണ്. ഡൈഫീനൽ അമീൻ 2 ബെൻസീൻ വരുന്നു, ആരോമാറ്റിക് ആണ്. ട്രൈഫീനൽ അമീൻ 3 ബെൻസീൻ വരുന്നു, അതായത് നൈട്രജനിൽ 3 ബെൻസീൻ വരുന്നു. അപ്പോൾ ആരാ നൈട്രോ അനിലീൻ? വിഡ്രോയിങ് ഗ്രൂപ്പ് ഇരിക്കുന്നു. അപ്പോൾ എനിവേ ആരോമാറ്റിക് അമീൻസിന് ബേസിക് സ്ട്രെങ്ത് കുറവാണ് ആലിഫാറ്റിക്കിനേക്കാളും. ക്വസ്റ്റ്യൻ നമ്പർ 26ലേക്ക് നമ്മൾ വരുമ്പോൾ ഇവിടെ നമ്മൾ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എമംഗ് ദി ഫോളോയിങ് ആണ് ചോദ്യം. സിങ്ക് ഓക്സൈഡ് ടേൺസ് യെല്ലോ ഓൺ ഹീറ്റിംഗ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ആണ്. നമ്മൾ തീർച്ചയായിട്ടും സോളിഡ് സ്റ്റേറ്റിൽ പറയുന്ന ഒരു കാര്യമാണ്. NPN ഓർ PNP ടൈപ്പ് ട്രാൻസിസ്റ്റേഴ്സ് ആംപ്ലിഫൈ ഓഡിയോ സിഗ്നൽ കറക്റ്റ് ആണ്. MgFe2O4 ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഇത് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആണ്. ഫെറി മാഗ്നറ്റിക് ആണ്, ആൻറ്റി ഫെറോ അല്ല, ഫെറി മാഗ്നറ്റിക്. നമുക്കറിയാം അവസാനം സോളിഡ് സ്റ്റേറ്റിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പറയുമ്പോൾ ഡയമാഗ്നറ്റിന് എക്സാമ്പിൾ, പാരായ്ക്ക് എക്സാമ്പിൾ, ഫെറോ, ആൻറ്റി ഫെറോ ഒക്കെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ നിങ്ങൾ നോക്കണം, അതറിഞ്ഞിരിക്കുക. നമ്പർ ഓഫ് കാർബൺ ആറ്റം പെർ യൂണിറ്റ് സെൽ ഓഫ് ഡയമണ്ട് ഈസ് 8. ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3. ക്വസ്റ്റ്യൻ നമ്പർ 27ലേക്ക് നമ്മൾ പോകുന്നു. MnO2 HCl റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്നു. അപ്പോൾ നമുക്ക് ആ റിയാക്ഷനിലേക്ക് ഒന്ന് പോകാം. MnO2 ഇൻ ദ പ്രസൻസ് ഓഫ് HCl നമുക്ക് കിട്ടുക ക്ലോറിൻ ഗ്യാസ് ആണ്. അത് എക്സസ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അമോണിയ ആയിട്ട് എക്സസ് ആയിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? NH4Cl നൈട്രജൻ ഗ്യാസും കിട്ടും. അപ്പോൾ പുതിയ NCERTയിൽ ഈ റിയാക്ഷൻ ഇല്ല, പഴയ NCERT പുസ്തകത്തിൽ നമുക്കിതുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 3 ആണ് അല്ലേ. NH4Cl ആൻഡ് നൈട്രജൻ ഗ്യാസ് ആണ് നമുക്ക് അവിടെ കിട്ടുക. അപ്പോൾ ക്ലോറിൻ വിത്ത് എക്സസ് അമോണിയ. അപ്പോൾ ക്ലോറിൻ വിത്ത് എക്സസ് അമോണിയ നമുക്ക് NH4Cl, അതുപോലെ തന്നെ നമുക്ക് നൈട്രജൻ ഗ്യാസ് കിട്ടും. നേരെ മറിച്ച് ക്ലോറിൻ അമോണിയ റിയാക്ഷൻസിൽ എക്സസ് ക്ലോറിൻ ആണ് എടുക്കുന്നതെങ്കിൽ, അങ്ങനെയും റിയാക്ഷൻ ഉണ്ട് കേട്ടോ. ക്ലോറിൻ പ്ലസ് അമോണിയ എക്സസ് ക്ലോറിൻ ആണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് NCl3 പ്ലസ് N2 ആയിരിക്കും കിട്ടുക. ക്വസ്റ്റ്യൻ നമ്പർ 28ലേക്ക് നമുക്ക് പോകാം. 28ൻ്റെ ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഇൻകറക്റ്റ് എന്നാണ്. അമൈലോപെക്റ്റിൻ ഈസ് എ ബ്രാഞ്ചഡ് പോളിമർ ഓഫ് ആൽഫ ഗ്ലൂക്കോസ്, കറക്റ്റ് ആണ്. സെല്ലുലോസ് ഈസ് എ ലീനിയർ പോളിമർ ഓഫ് ബീറ്റ ഗ്ലൂക്കോസ്, അതും കറക്റ്റ് ആണ്. ഗ്ലൈക്കോജൻ ഈസ് ദ ഫുഡ് റിസർവോയർ പ്ലാന്റ്, തെറ്റിപ്പോയി. ഗ്ലൈക്കോജൻ ആനിമൽ സ്റ്റാർച്ച് എന്നറിയപ്പെടുന്നത്, അപ്പോൾ അത് തെറ്റിപ്പോയി. ഓൾ പ്രോട്ടീൻസ് ആർ പോളിമർ ഓഫ് ആൽഫ അമിനോ ആസിഡ്, കറക്റ്റ് ആണ്. സോ തെറ്റിപ്പോയത് ഓപ്ഷൻ 3 ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 29ലേക്ക് നമുക്ക് പോകാം. ദ പ്രഷർ ഓഫ് ഹൈഡ്രജൻ റിക്വയർഡ് ടു മേക്ക് ദ പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോൺ 0 ഇൻ പ്യുവർ വാട്ടർ അറ്റ് 298 കെൽവിൻ. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം 2H++2 ഇലക്ട്രോൺ ഗിവിംഗ് H2, ഇതാണ് നമ്മുടെ ബാലൻസ്ഡ് ഇക്വേഷൻ. അപ്പോൾ ഇവിടെ EMF ഓഫ് ദി സെല്ല് നോക്കിക്കഴിഞ്ഞാൽ EMF ഓഫ് ദിസ് പർട്ടിക്കുലർ നോക്കിക്കഴിഞ്ഞാൽ E0 - 0.0591 ഡിവൈഡഡ് ബൈ 2 ലോഗ് പാർഷ്യൽ പ്രഷർ ഓഫ് ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് H പ്ലസ് ദ ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇതാണ് നമ്മുടെ ഇക്വേഷനിലേക്ക് വന്നു കഴിയുമ്പോൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് പൊട്ടൻഷ്യൽ ഓഫ് ഹൈഡ്രജൻ ഇലക്ട്രോഡ് 0 ആവണം. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു അറ്റ് 298 കെൽവിൻ ആണ് പറഞ്ഞേക്കാം. അപ്പോൾ 0 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്, ദാറ്റ് ഈസ് -0.0591 ബൈ 2 ലോഗ് പ്രഷറാണ് വേണ്ടത്. പ്യുവർ വാട്ടറിൻ്റെയാണ്. പ്യുവർ വാട്ടറിൽ എത്ര H+ൻ്റെ കോൺസെൻട്രേഷൻ ഉണ്ട്? 10⁻⁻7 ആണ് നമുക്കറിയാം. ദ ഹോൾ സ്ക്വയർ വരും. സോ കോൺസെൻട്രേഷൻ ഓഫ് H+ ഇൻ പ്യുവർ വാട്ടർ ഈസ് 10⁻⁷. ഇത് നമ്മൾ ഇക്വിലിബ്രിയത്തിൽ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് സോൾവ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് ലോഗ് P ഡിവൈഡഡ് ബൈ 10⁻⁷ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് എന്താണ് വരിക? 0. അപ്പം നമുക്ക് രണ്ടിടത്തും ലോഗരിതം ഉണ്ട്. അപ്പോൾ ലോഗ് P ഇൻറ്റു 10⁻⁷ ദ ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു നമുക്ക് 0 വരും. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്താൽ ഓർ P ബൈ 10⁻⁷ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും. കാരണം ലോഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ 1 വരണം അല്ലേ, കാരണം ലോഗ് 1 ആണ് 0. അപ്പോൾ ഇവിടെ 1 വരണം. അപ്പോൾ P ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 10⁻⁻14 ATM എന്ന് വരും.
അപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് -14 ആണ് വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്തത് നമുക്ക് നോക്കാം. ആദ്യമേ നമ്മൾ ഹൈഡ്രജൻ്റെ ആ റിഡക്ഷൻ റിയാക്ഷൻ എഴുതി, പിന്നെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ നോക്കി സെൽ EMF 0 ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പ്രഷറാണ് ചോദ്യം. നമ്മളിത് 0 ആണ്, ഈ 0 ഓൾറെഡി 0 ആണെന്ന് നമുക്കറിയാം, ബിക്കോസ് ഹൈഡ്രജൻ ഇലക്ട്രോഡാണ്. ബാക്കി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ നമ്പർ 30 നമുക്ക് പോകാം. അറ്റ് ദ ഗിവൺ ടെമ്പറേച്ചർ 300 Kelvin, the total vapor pressure of a mixture of volatile components A and B is given as P total is equal to 0.172 into Chi A plus 0.215 atm. Calculate the vapor pressure of pure B at 300 Kelvin എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് നമുക്കിതൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. സൊല്യൂഷൻ്റെ ചാപ്റ്ററിൽ P total is equal to നമ്മൾ പഠിച്ചിട്ടുണ്ട് P0 A into Chi A plus P0 B into Chi B. അല്ലെങ്കിൽ നമുക്കറിയാം P total is equal to P0 B minus Chi A into P0 A minus P0 B. ഇങ്ങനെ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് P total നമുക്കിവിടെ തന്നിട്ടുണ്ട്. P total എത്രയാണ്? നമുക്കിവിടെ P total നമുക്ക് തന്നിരിക്കുന്നത് ഇതുമായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള ഇക്വേഷനിലേക്ക് വന്നത്. ഇതും നമ്മൾ തന്നിട്ടുള്ള ഇക്വേഷൻ കൂടെ ഒന്ന് കമ്പയർ ചെയ്താൽ നമുക്കിവിടെ തന്നിട്ട് 0.172 ഇൻറ്റു Chi A പ്ലസ് 0.215 ആണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ. 0.215 എന്നാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? P0 A മൈനസ് P0 B 0.172 എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ P0 നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? P0 B കണ്ടുപിടിക്കാം, വിച്ച് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 0.215 എന്ന് വരും. കാരണം നമുക്ക് P0 B 0.215 ആണ്, P0 A മൈനസ് P0 B 0.172 ആണ്. അപ്പോൾ P0 B നമുക്ക് തന്നിട്ടുണ്ട് 0.215 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് കറക്റ്റ് ആൻസറിലേക്ക് വരിക. ഓപ്ഷൻ 2 ഇസ് എ കറക്റ്റ് ആൻസർ നമുക്ക് വരിക. അപ്പോൾ കാൽക്കുലേറ്റ് ദ വേപ്പർ പ്രഷർ ഓഫ് പ്യുവർ ബി അറ്റ് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമുക്ക് P0 A ആയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒന്നും കൂടെ ചെയ്യണമായിരുന്നു. പക്ഷേ ഇവിടെ ഡയറക്റ്റ് P0 B തന്നെയാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാവുന്ന ഇക്വേഷൻ എഴുതി, തന്നിട്ടുള്ള ഇക്വേഷൻ എഴുതി, കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്തപ്പോൾ കയ്യുടെ കൂട്ടത്തിൽ കിടക്കുന്നത് ഇതാണ്. P0 B ഇവിടെ ഒറ്റയ്ക്ക് കിടപ്പുണ്ട്, അതുപോലെ നമ്മൾ എഴുതി. ക്വസ്റ്റ്യൻ നമ്പർ 31 നമുക്ക് പോവാം. മോസ്റ്റ് എഫക്റ്റീവ് ഇലക്ട്രോലൈറ്റ് ഇൻ കൊയാഗുലേഷൻ ഓഫ് സൾഫർ സോൾ വിൽ ബി. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോസ്റ്റ് എഫക്റ്റീവ് ഇലക്ട്രോലൈറ്റ് ഇൻ കൊയാഗുലേഷൻ ഓഫ് സൾഫർ സോൾ വിൽ ബി എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്കറിയാം സൾഫർ സോൾ ആണ് നമുക്കിവിടെ പറഞ്ഞേക്കുന്നത്. അപ്പോൾ സൾഫർ സോളുമായിട്ട് ബന്ധപ്പെട്ട് ഫോർ ദി കൊയാഗുലേഷൻ ഓഫ് നെഗറ്റീവ് സോളിൻ്റെ കൊയാഗുലേഷനിലേക്ക് മോർ പോസിറ്റീവ് ആയിട്ടുള്ള കോമ്പൗണ്ട് നമുക്ക് കാണാം. അപ്പോൾ മോർ പോസിറ്റീവായിട്ട് ഹൈ പോസിറ്റീവ് ചാർജ് ഉള്ളതാണ് മോർ എഫക്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ ഹൈ പോസിറ്റീവ് ചാർജുള്ള ഇവിടെ +1 ആണ്, ഇവിടെ നമുക്ക് +1 ആണ്, ഇവിടെ +3 ആണ്, ഇവിടെ +2 ആണ്. അപ്പോൾ ഹൈ പോസിറ്റീവ് ഉള്ള ഓപ്ഷൻ 3 ആയിരിക്കും കറക്റ്റ് ആൻസർ വരിക. അപ്പോൾ എങ്ങനെയാണ് 3 കണ്ടെത്തിയത്? ആദ്യമേ അറിഞ്ഞിരിക്കുക സൾഫർ സോൾ ഒരു നെഗറ്റീവ് സോളാണ്. നെഗറ്റീവ്ലി ചാർജ് സോളിൻ്റെ കൊയാഗുലേഷന് മോർ പോസിറ്റീവ് ആയിട്ടുള്ള ആൾ വേണം. അപ്പോൾ മോർ പോസിറ്റീവ് ആയിട്ടുള്ള ഓപ്ഷൻ 3 ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 32 നമ്മൾ വരുന്നു. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് സോളബിൾ ഇൻ വാട്ടർ. ഇപ്പോൾ ഇവരുടെ സോളബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. ഇപ്പോൾ സോളബിലിറ്റി എന്ന് പറയുന്നത് ഫീനോൾ നമുക്ക് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് റിസോഴ്സിനോൾ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ നമുക്ക് കാറ്റക്കോൾ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിവിടെ തന്നേക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ മോസ്റ്റ് സോളബിൾ എന്നാണ് ചോദ്യം. സോ ഇത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോളബിലിറ്റി ഏറ്റവും കൂടുതലുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഓപ്ഷൻ 3 ആണ്. അപ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കുക ഫീനോളിൻ്റെ സോളബിലിറ്റി എന്ന് പറയുന്നത് 83 g/L ആണെങ്കിൽ ക്യുനോളിൻ്റെ സോളബിലിറ്റി എന്ന് പറയുന്നത് 59 ഉള്ളൂ. നേരെ മറിച്ച് റിസോഴ്സിനോളിൻ്റെ സോളബിലിറ്റി എന്ന് പറയുന്നത് 1100 ഉണ്ട്, g/L ഉണ്ട്. കാറ്റക്കോളിൻ്റെത് നമുക്കുള്ളത് ഒരു 430 ഉള്ളൂ g/L. അപ്പോൾ ഏറ്റവും കൂടുതലുള്ളത് റിസോഴ്സിനോളിൻ്റെയാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ് നമുക്ക് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 33 പോകാം. ഫീനോൾ ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ഫ്രം ആൽക്കഹോൾസ് ബൈ. നോക്കിക്കേ 2,4-DNP ടെസ്റ്റ് നമുക്ക് തിരിച്ചറിയണമെങ്കിൽ ഏതെങ്കിലും ഒരു കളർഡ് പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടാവണം. 2,4-DNP ടെസ്റ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ആൽഡിഹൈഡ് കീറ്റോൺസിലൊക്കെ പഠിക്കുന്നതാണ്. മെറ്റാലിക് സോഡിയം തന്നിട്ടുണ്ട്, ബെനഡിക് സൊല്യൂഷൻ തന്നിട്ടുണ്ട്, FeCl3 ന്യൂട്രൽ തന്നിട്ടുണ്ട്. നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്. FeCl3 ന്യൂട്രൽ ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ബിക്കോസ് ഫീനോൾ ഗീവ് വയലറ്റ് color with a neutral ferric chloride solution. So phenol will produce violet color with a neutral ferric chloride solution. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കറക്റ്റ് ആൻസർ വരിക ഓപ്ഷൻ 4 ആണ്. നമ്മൾ ആൽക്കോൾ ഫീനോൾസിൽ ഡയറക്റ്റ് പഠിക്കുന്ന ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ നമ്പർ 34 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് മോസ്റ്റ് അസിഡിക് ഇൻ നേച്ചർ എന്നാണ് ചോദ്യം. അപ്പോൾ അസിഡിക് ക്യാരക്ടറിലേക്ക് വരുമ്പോൾ നമ്മൾ ഹൈബ്രിഡൈസേഷൻ്റെ കാർബണിൻ്റെ ഹൈബ്രിഡൈസേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. അപ്പോൾ മോസ്റ്റ് അസിഡിക് ആയിട്ട് വരിക ഇവിടെ ഏതാണ്? അപ്പോൾ നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ sp3 ഹൈബ്രിഡൈസ്ഡ് ആണ്, sp2 ഒക്കെയാണ്. ഇവിടെ sp ഹൈബ്രിഡൈസ്ഡ് ഉണ്ട്. മോർ എസ് ക്യാരക്ടർ, മോർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. അപ്പോൾ sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ഇവിടെ ഉണ്ട്. അപ്പോൾ അതായിരിക്കും ഏറ്റവും അസിഡിക് ആയിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ 4 ആണ് ഏറ്റവും അസിഡിക് ആയിട്ട് വരിക, sp ആണ്. അതിനുശേഷം നമുക്ക് എന്ത് വരും? C6H5 ഓപ്ഷൻ 2 വരും. അതിനുശേഷമേ നമുക്ക് 3 വരുള്ളൂ.
അതിനുശേഷമാണ് ഓപ്ഷൻ 1 വരിക. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് വരിക. ബിക്കോസ് ഇറ്റ് ഈസ് sp ഹൈബ്രിഡൈസ്ഡ്, മോർ എസ് ക്യാരക്ടർ, മോർ ഇലക്ട്രോനെഗറ്റിവിറ്റി, അവിടെ നമുക്ക് മോർ അസറിക് സ്ട്രെങ്ത് വരും. ക്വസ്റ്റ്യൻ നമ്പർ 35 നമ്മൾ പോവുകയാണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ലീസ്റ്റ് എമൗണ്ട് വെൻ അനിലീൻ അണ്ടർഗോ നൈട്രേഷൻ ആസ് ഫോളോസ്. അപ്പോൾ നൈട്രേഷൻ നടക്കുമ്പോൾ ലീസ്റ്റ് എമൗണ്ട് പ്രോഡക്റ്റ് കിട്ടുന്നത് ഏതെന്നാണ് ചോദ്യം. ലീസ്റ്റ് എമൗണ്ട് പ്രോഡക്റ്റ് കിട്ടാൻ അനിലീൻ്റെ നൈട്രേഷൻ്റെ നമുക്ക് ഓർത്തോ കിട്ടും, മെറ്റാ കിട്ടും, പാരാ കിട്ടും. അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട് ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മെറ്റാ പ്രോഡക്റ്റ് നമുക്ക് കിട്ടും. സോ നൈട്രേഷൻ റിയാക്ഷനിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ഇവിടെ നൈട്രേഷൻ റിയാക്ഷൻസിൽ ഓർത്തോ പ്രോഡക്റ്റ് ഉണ്ട്, മെറ്റാ പ്രോഡക്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് പാരാ പ്രോഡക്റ്റും ഉണ്ട്. അവിടെ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഉണ്ടാകുന്നത് ഏതാണ്? നമ്മൾ സാധാരണഗതിയിൽ ഓർത്തോ പാരാ ഒക്കെ നമ്മൾ പറയും നൈട്രേഷൻ ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിലേക്ക് വരുമ്പോൾ നമ്മൾ അങ്ങനെയാണ് പറയുക. പക്ഷേ നമുക്കറിയാം ഇവിടെ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് മെറ്റാ പ്രോഡക്റ്റ് ഉണ്ടെന്നാണ്. ഒരു 47% മെറ്റാ പ്രോഡക്റ്റ് ഇവിടെ ഉണ്ടാവും, ഒരു 51% പാരാ പ്രോഡക്റ്റ് ഉണ്ടാവും, 2% ആണ് നമുക്ക് ഓർത്തോ പ്രോഡക്റ്റ് ഉണ്ടാവുക. അപ്പോൾ ലീസ്റ്റ് എമൗണ്ട് ഉണ്ടാകുന്നത് ഓപ്ഷൻ 3 ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 3 ആണ് നമുക്ക് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 36 വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ഓർ ആർ പോസിബിൾ പ്രോഡക്റ്റ് ഓഫ് ഗിവൺ റിയാക്ഷൻ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CH2OH HBr ഹീറ്റിംഗ് ആണ് നമുക്കറിയാം. അപ്പോൾ നമ്മൾ നോക്കിക്കേ CH2OH ആണ്, HBr അഡീഷൻ ആണ്. അപ്പോൾ H+ അഡീഷൻ നടന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ വാട്ടർ എലിമിനേറ്റ് ചെയ്യും. അപ്പോൾ നമുക്കിവിടെ ഒരു കാർബോക്കേറ്റോൺ ഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ CH2+ എന്ന് പറയുന്ന കാർബോക്കേറ്റോൺ ആണ് നമുക്കിവിടെ ഉണ്ടാവുക. ഇത് Br- ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഏതാണ്? നമുക്ക് കിട്ടുക CH2Br ആണ് നമുക്കിവിടെ കിട്ടുക. വി വിൽ ഗെറ്റ് CH2Br. അപ്പോൾ അതൊരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടാം. അല്ലെങ്കിൽ കാർബോക്കേറ്റോൺ എന്ന് പറയുന്നത് റീഅറേഞ്ച് ചെയ്താൽ നമുക്ക് whenever possible a less stable carbocation will rearrange it to more stable. അപ്പോൾ ഇവിടെയുള്ള ഹൈഡ്രജൻ അങ്ങോട്ടേക്ക് റീപ്ലേസ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ ഒരു കാർബോക്കേറ്റോൺ ഉണ്ടാക്കിക്കൂടെ? CH3 ആയിട്ട് മാറി ഇവിടെ പോസിറ്റീവ് ചാർജ് വരാം. ഇവിടെ Br- വന്നാൽ നമുക്ക് ഇവിടെയുള്ള ഒരു Br കിട്ടും. അപ്പോൾ ഇവിടെ Br- വന്നാൽ നമുക്ക് എന്താ കിട്ടുക? വി വിൽ ഗെറ്റ് CH3 ഇങ്ങനെ ഇരിക്കുന്നു, ഇവിടെ Br വരും. നോക്കിക്കുക എങ്ങനെയാണ് നമ്മൾ പറയുന്നത്? ഹൈഡ്രജൻ മാറി, ഇത് നമ്മൾ ഹൈഡ്രജൻ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാണ് പഠിക്കുക. അപ്പോൾ ഒരു ലെസ് സ്റ്റേബിൾ കാർബോക്കേറ്റോൺ മോർ സ്റ്റേബിൾ കാർബോക്കേറ്റോണിലേക്ക് വരും. ഇത് പ്രൈമറി ആണ്. നേരെ മറിച്ച് ഇവിടെ വന്നു കഴിയുമ്പോൾ അത് ട്രഷറി ആവും, കുറച്ചും കൂടെ സ്റ്റേബിലിറ്റി കൂടി. ഇനി മറ്റൊരു പോസിബിലിറ്റി നമുക്കിവിടെ പറയാൻ പറ്റുന്നത്, ഇവിടെ നോക്കിക്കുക, ഇപ്പോൾ ഈ ഒരു കോമ്പൗണ്ടിൽ തന്നെ CH2+ ആണ് നമുക്കിവിടെ വന്നേക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റിംഗ് എക്സ്പാൻഷൻ വേണമെങ്കിൽ നടത്താം. ഈ റിംഗ് ഇങ്ങോട്ടേക്ക് എക്സ്പാൻഡ് ചെയ്യാം. സോ റിംഗ് എക്സ്പാൻഷൻ നടന്നാൽ നമുക്ക് ഒരു സൈക്ലോ ഹെക്സൈനിലേക്ക് പോകാം, റിംഗ് എക്സ്പാൻഷൻ നടന്നിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് എന്താ ആഡ് ചെയ്യാം? ബ്രോമിൻ അഡീഷൻ നടത്താം. അപ്പം നമുക്ക് കിട്ടുന്നത് ഇതാണ്. അപ്പോൾ ഇത്രയും പ്രോഡക്റ്റുകൾ നമുക്ക് ഉണ്ടാവാം. അപ്പോൾ നമുക്ക് ഒന്ന് പ്രോഡക്റ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുണ്ടാവാം. സോ ഓൾ ഓഫ് ദീസ് ഈസ് ദ ആൻസർ. ഓൾ ഓഫ് ദീസ് ഈസ് ആൻസർ. അപ്പോൾ ആ കാർബോക്കേറ്റോൻ്റെ റീഅറേഞ്ച്മെൻറ്റ് വെച്ചിട്ടാണ് നമ്മൾ ആ പ്രോഡക്റ്റ് പറഞ്ഞത് എന്ന് ഓർത്തോളുക. ക്വസ്റ്റ്യൻ നമ്പർ 37 നമ്മൾ പോകുന്നു. ഒർലോൺ ഈസ് എ പോളിമർ ഓഫ്. ഒർലോൺ എന്ന് പറയുന്നത് അക്രൈലോനൈട്രലുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു നമുക്കറിയാം. പോളി അക്രൈലോനൈട്രലാണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. പോളി അക്രൈലോനൈട്രൽ, പാൻ അല്ലെങ്കിൽ ഒർലോൺ ഫൈബർ എന്നൊക്കെ പറയുന്നത് അതാണ്. സോ ഇറ്റ്സ് എ പോളിമർ ഓഫ് അക്രൈലോനൈട്രൽ. അക്രൈലോനൈട്രൽ ആരാണ്? CH2 ഡബിൾ ബോണ്ട് CH(CN) ആണ്. ഇവിടെ ക്ലോറിൻ വന്നാൽ വിനൈൽ ക്ലോറൈഡ് എന്നാണ് നമ്മൾ വിളിക്കുക, അല്ലേ? ക്വസ്റ്റ്യൻ നമ്പർ 38 ദ സ്വീറ്റസ്റ്റ് സബ്സ്റ്റൻസ് എമംഗ് ദി ഫോളോയിങ്. സൂക്രോസ്, സൂക്രലോസ്, സാക്കറിൻ, അസ്പാർട്ടൈം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സൂക്രലോസ് നമുക്ക് ഒരു 600 times മോർ സ്വീറ്റ്നസ് ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. അലിറ്റൈം തന്നിട്ടില്ല, അതാണ് ഏറ്റവും ഉള്ളത്. ഹയസ്റ്റ് പൊട്ടൻസി സ്വീറ്റ്നർ അലിറ്റൈം ആണ്. കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫിൽ നിന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 39 സ്ലാഗ് ഫോംഡ് ഡ്യൂറിങ് എക്സ്ട്രാക്ഷൻ ഓഫ് കോപ്പർ ഫ്രം കോപ്പർ പൈറൈറ്റ്സ്. മെറ്റലർജിയിലേക്കാണ് ചോദ്യം പോയത്. കോപ്പർ പൈറൈറ്റ്സിലുണ്ടാകുന്ന സ്ലാഗ് ഏത് എന്നാണ് ചോദ്യം. അപ്പോൾ ഇവിടെ നമ്മൾ കോപ്പർ പൈറൈറ്റ്സിൽ CuFeS2 ആണ്. അത് FeS ആണ് അവിടെ ഇമ്പ്യൂരിറ്റി, അയണിൻ്റെ സൾഫൈഡ്. രണ്ടും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്കുണ്ടാകുന്നത് FeSiO3 ആണ്. സ്ലാഗ് ഫോം ചെയ്യുന്ന FeSiO3 ആണ്. അപ്പോൾ നമ്മൾ സിലിക്ക FeS ഇമ്പ്യൂരിറ്റി കണ്ടെയ്ൻ ചെയ്യുന്നു. അപ്പോൾ FeSലേക്ക് നമ്മൾ സിലിക്ക ആഡ് ചെയ്യുമ്പോൾ FeSiO3 സ്ലാഗായിട്ടാണ് അത് മാറുക. അപ്പോൾ FeSiO3 എന്നുള്ള ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് വരിക. 14th ക്വസ്റ്റിലേക്ക് പോകാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് COF6 3-. COF6 3- വരുമ്പോൾ കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലേക്ക് വരുമ്പോൾ നമുക്ക് ഹൈബ്രിഡൈസേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ 3D7 എന്നുള്ളത് നമുക്ക് എന്തിലേക്ക് വന്നു? 3D6 വന്നു. അപ്പോൾ 3D6 വരുമ്പോൾ നമുക്ക് കോൺഫിഗറേഷനൊക്കെ നമുക്കൊന്ന് നോക്കാം. 1 2 3 4 5 and 6 ആണ് വരിക. 3D6 കോൺഫിഗറേഷനിലേക്ക് വന്നു. ഇറ്റ് ഈസ് ആൻ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം ഫ്ലൂറിന് ഒരു വീക്ക് ലിഗാൻഡ് ആണ്. സോ ഔട്ടർ ഓർബിറ്റൽ കോംപ്ലക്സ് എന്നാണ് ആദ്യത്തെ പറഞ്ഞിരിക്കുന്നത്.
അപ്പോൾ അത് കറക്റ്റാണ്. ഇറ്റ് ഈസ് ഡയമagnetic കോംപ്ലക്സ് ഒരിക്കലും പോസിബിൾ അല്ല, കാരണം അൺപെയ്ഡ് ഇലക്ട്രോൺസ് അതുപോലെ നിൽക്കും, ബിക്കോസ് വീക്ക് ലിഗാൻഡ് ആണ് വന്നേക്കുന്നത്. അപ്പോൾ തെറ്റിപ്പോയി. സോ തെറ്റിപ്പോയത് ഓപ്ഷൻ 2 ആണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 2 ആണ് വരിക. ഓപ്ഷൻ 2 ഈസ് എ കറക്റ്റ് ആൻസർ. ഇറ്റ് ഈസ് ഹൈ സ്പിൻ കോംപ്ലക്സ് കറക്റ്റ് ആണ്. അൺപെയ്ഡ് ഇലക്ട്രോൺസ് ഉണ്ട്. sp3d2 ഹൈബ്രിഡൈസേഷൻ കറക്റ്റ് ആണ്. അപ്പോൾ ഓർക്കുക CF6 ഫ്ലൂറിൻ്റെ ഒരു വീക്ക് ലിഗാൻഡ് ആണ്. അപ്പോൾ ഫോഴ്സ്ഡ് പെയറപ്പ് ചെയ്യാൻ പറ്റില്ല. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിന്നാണ് ചോദ്യം. ക്വസ്റ്റ്യൻ നമ്പർ 41 പോകുന്നു. വീണ്ടും കോർഡിനേഷൻ കെമിസ്ട്രി എന്നാണ് ചോദ്യം വരിക. ക്രിസ്റ്റഫീൽഡ് സ്പ്ലിറ്റിങ്ങിൻ്റെ ഓർഡർ ആണ് നമ്മുടെ ഇവിടുത്തെ ചോദ്യം. അപ്പോൾ ഓർഡർ ഓഫ് ക്രിസ്റ്റഫീൽഡ് കറക്റ്റ് ഓർഡർ ഓഫ് ക്രിസ്റ്റഫീൽഡ് സ്പ്ലിറ്റിങ്ങിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, നമ്മൾ സ്പെക്ട്രോകെമിക്കൽ സീരീസ് പഠിച്ചിട്ടുണ്ട് ഈ കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ. അപ്പോൾ ആ ഒരു ഓർഡർ നമ്മൾ ഒന്ന് അറിഞ്ഞിരുന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റും. സ്ട്രെങ്ത് ഓഫ് ദി ലിഗാൻഡ് കൂടുതൽ H2O തന്നിട്ടുണ്ട്, Cl തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ അയണിൻ്റെ ചാർജ് തന്നിട്ടുണ്ട്. അപ്പോൾ ഗ്രേറ്റർ ദ ചാർജ് ഗ്രേറ്റർ ദ സ്പ്ലിറ്റിംഗ് ആണ്. അപ്പോൾ ഇവിടെ Fe3+ ആണ്, ഇവിടെ Fe2+ ആണ്, ഇവിടെ Fe നമുക്ക് വരുന്നത് 2+ തന്നെയാണ്. അപ്പോൾ രണ്ടിടത്ത് Fe2+ ഒരെണ്ണം Fe3+ അപ്പോൾ Fe3+നാണ് ഏറ്റവും കൂടുതൽ. പിന്നെ Fe2+ വാട്ടർ വരും, കാരണം വാട്ടർ ഒരു സ്ട്രോങ് ലിഗാൻഡ് ആണ് ഹാലജനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് നമുക്ക് വരിക. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ നമ്മൾ നോക്കിയതെന്ന് ഓർക്കുക. ഒരേ ലിഗാൻഡ് വന്നാൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നോക്കുക. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ ഒരേ ലിഗാൻഡ് ആണെങ്കിൽ സ്പ്ലിറ്റിംഗ് കൂടുതലായിരിക്കും. ക്വസ്റ്റ്യൻ നമ്പർ 42 വരുന്നു. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. കറണ്ട് സ്റ്റോപ്സ് ഫ്ലോയിങ് വെൻ EMF ഓഫ് ദി സെൽ ഈസ് ഈക്വൽ ടു 0 എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അത് കറക്റ്റാണ്. EMF ഓഫ് ദി സെല്ല് 0 ആണെങ്കിൽ കറണ്ട് ഫ്ലോയിങ് നിൽക്കും. ഇക്വിലിബ്രിയം ഓഫ് ദി സെൽ റിയാക്ഷൻ ഈസ് അറ്റൈൻ. അപ്പോൾ ഇക്വിലിബ്രിയത്തിൽ EMF ഓഫ് ദി സെല്ല് 0 ആണ്. അപ്പോൾ ഓപ്ഷൻ 4 ആണ്. ബോത്ത് സ്റ്റേറ്റ്മെൻറ്റ് 1 and 2 ആർ കറക്റ്റ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് എ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് സ്റ്റേറ്റ്മെൻറ്റ് 1 എന്നുള്ള ഓപ്ഷൻ 4 ആണ് നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. സോ 42 ദ ആൻസർ ഈസ് ഓപ്ഷൻ 4 ആണ് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 43 ദ ഷേപ്പ് ഓഫ് XeO2F2 മോളിക്യൂൾ ഏതെന്നാണ് ചോദ്യം. അപ്പം Xe എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഔട്ടർ മോസ്റ്റ് പൊസിഷനിൽ 8 ഇലക്ട്രോൺ ആണുള്ളത്. XeO2F2 ആണ്. അപ്പോൾ നമുക്ക് എത്ര ബോണ്ട് പെയർ വന്നു? ബോണ്ട് പെയർ 1 2 3 4 ബോണ്ട് പെയർ വന്നു. ഇനി മൾട്ടിപ്പിൾ ബോണ്ട് ഷുഡ് ബി കൺസിഡേർഡ് ആസ് എ സിംഗിൾ ബോണ്ട് ആണ് VSEPR തിയറി അനുസരിച്ച്. ബോണ്ട് പെയർ 4 ലോൺ പെയർ 1 വന്നു. ബോണ്ട് പെയർ 4 ലോൺ പെയർ 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏത് ഷേപ്പാണ്? സീസോ ആണ്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 4. 44 ഐസോട്രോപ്പി ഈസ് എ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഐസോട്രോപ്പി ഏതിൻ്റെയാണ് എന്നാണ് ചോദ്യം. അത് അമോർഫസ് സോളിഡിൻ്റെയാണ് ഐസോട്രോപ്പി. അപ്പോൾ ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് അമോർഫസ് സോളിഡ്. ക്വസ്റ്റ്യൻ നമ്പർ 45 മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഇൻ 1 മോളാർ അക്വസ് സൊല്യൂഷൻ. 1 മോളാർ അക്വസ് സൊല്യൂഷൻ ആണ് നമുക്ക് തന്നേക്കുന്നത്. അപ്പോൾ മോൾ ഫ്രാക്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ആണ് നമ്മളുടെ ചോദ്യം. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറയുന്നത് നമുക്കിങ്ങനെ പറയാം, നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് പ്ലസ് നമ്പർ ഓഫ് മോൾസ് ഓഫ് സോൾവെൻറ്റ്. ഇപ്പോൾ 1 മോളാലാണ്, 1 മോൾ ഓഫ് സൊല്യൂട്ടാണ് നമുക്കുള്ളത്. 1 മോളാൽ എന്ന് പറഞ്ഞാൽ മൊളാലിറ്റി 1 എന്നാണ് പറഞ്ഞേക്കുന്നത്. മൊളാലിറ്റി ഈസ് ഈക്വൽ ടു 1. അതാണ് 1 മോളാൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് 1 ആണ്, ഡിവൈഡഡ് ബൈ 1 പ്ലസ് നമുക്ക് എന്ത് വരും? 1000/18. നമ്പർ ഓഫ് മോൾസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് 1000 ഗ്രാം ഡിവൈഡഡ് ബൈ 18 ആണ് അതിൻ്റെ മോളിക്കുലർ മാസ്. അപ്പോൾ നമുക്കിവിടെ എത്ര വരും? 18 ഡിവൈഡഡ് ബൈ 1018. സോ 18 ഡിവൈഡ് ബൈ 1018 ഓപ്ഷൻ 4 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. ക്വസ്റ്റ്യൻ നമ്പർ 46 നെയിം ഓഫ് ദി റിയാക്ഷൻ വിച്ച് കൺവേർട്ട് അമൈഡ് ടു അമീൻ. അമൈഡിനെ അമീനാക്കി മാറ്റുന്ന റിയാക്ഷൻ ഹോഫ്മാൻ ബ്രോമമൈഡ് ഡിഗ്രഡേഷൻ റിയാക്ഷൻ ആണ്. അമൈഡ് എന്തായിട്ട് മാറുന്നു? അമീനായിട്ട് മാറുന്നു. മാത്രമല്ല കാർബണിൻ്റെ എണ്ണം ഒന്ന് കുറയുകയും കൂടെ ചെയ്യും അല്ലേ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ 2. ക്വസ്റ്റ്യൻ നമ്പർ 47 ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ എമംഗ് ദി ഫോളോയിങ്. അപ്പോൾ വാട്ടർ സോളുബിൾ വൈറ്റമിൻ ഉണ്ട്, ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ഉണ്ട്. വൈറ്റമിൻ B and C എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? വാട്ടർ സോളുബിൾ വൈറ്റമിൻ ആണ്. അപ്പോൾ ഫാറ്റ് സോളുബിൾ വൈറ്റമിൻ ഇവിടെ ഏതാണെന്നാണ് ചോദ്യം. നമുക്ക് ഓപ്ഷൻ ഏതാണ് വരിക? 47th ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ നമുക്ക് ഓപ്ഷൻ 3 ഇസ് എ കറക്റ്റ് ആൻസർ, വൈറ്റമിൻ D. നമുക്ക് തൈമിൻ കൊടുത്തിട്ടുണ്ട്, റൈബോഫ്ലാവിൻ കൊടുത്തിട്ടുണ്ട്, വൈറ്റമിൻ D കൊടുത്തിട്ടുണ്ട്, വൈറ്റമിൻ C കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൈമിൻ റൈബോഫ്ലാവിനൊക്കെ നമ്മൾ ഈ ഒരു വൈറ്റമിൻ ബിയുടെ ഡിഫറൻറ്റ് ഫോമായിട്ട് നമ്മൾ പറയുന്നതാണ്. ക്വസ്റ്റ്യൻ നമ്പർ 48 the half-life of first order reaction is 0.5 minutes. Then time required for 87.5% completion of the reaction. നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ ഇങ്ങനെയാണ് പറയുക, അതായത് 3T½ ഈസ് ഈക്വൽ ടു നമുക്ക് 87.5% എന്നാണ് നമ്മൾ പറയുക. 3T½ ഈസ് ഈക്വൽ ടു. സോ ഫോർ 87.5% റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 3T½ ആണ് വേണ്ടത്. നമ്മൾ ഈ ഒരു രൂപത്തിലുള്ള ഇക്വേഷൻസുകൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു ഡയറക്റ്റ് ഇക്വേഷനായിട്ട് തന്നെ പഠിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ നമുക്കൊരു ഡിറൈവ് ചെയ്ത് കണ്ടെത്തേണ്ടി വരും. സോ 3T½ ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരിക? 87.5%. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്രയാണ് വരിക? 3T½ 3 × 0.5 വിച്ച് ഈസ് ഈക്വൽ ടു 1.5 മിനിറ്റ് ആണ് വരിക. സോ ദ ആൻസർ ഈസ് 1.5 മിനിറ്റ്. നമ്മൾ പറയുന്നില്ലേ T 99.9% ഈസ് ഈക്വൽ ടു 10T½
T 99.9% is equal to 10 T half എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ T 87.5% is equal to 3 T half ആണ്. Question number 49 പോകുന്നു. Chlorine when react with hot and concentrated sodium hydroxide will produce. അപ്പോൾ ക്ലോറിൻ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്? ഹോട്ട് ആൻഡ് സ്ട്രോങ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? സോഡിയം ക്ലോറൈഡ് കിട്ടുന്നു, NaClO3 കിട്ടുന്നു, അതുപോലെ തന്നെ നമുക്ക് H2O കിട്ടുന്നു. അപ്പോൾ സോഡിയം ക്ലോറൈഡ് NaClO3 ബോത്ത് 1 and 2 is the correct answer. Question number 50 വേപ്പർ ഫേസ് റിഫൈനിങ് ഈസ് യൂസ്ഡ് ഫോർ. വേപ്പർ ഫേസ് റിഫൈനിങ് നമുക്കറിയാം ഏതാണ്? സിർക്കോണിയം ഹാഫ്നിയത്തിനൊക്കെ വേണ്ടിയിട്ടാണ്. സിർക്കോണിയം അയഡിനുമായിട്ട് കമ്പൈൻ ചെയ്ത് സിർക്കോണിയം അയഡൈഡ് ഉണ്ടാവുന്നു. അത് വീണ്ടും ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ സിർക്കോണിയവും അതുപോലെ തന്നെ അയഡിനുമായിട്ട് മാറുന്നു. ഇതാണ് വേപ്പർ ഫേസ് റിഫൈനിങ്. വാനാർക്കൽ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സിർക്കോണിയം ഓപ്ഷൻ 3 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. നമുക്ക് NCERT പഠിച്ചാൽ ഇതെല്ലാം ഡയറക്റ്റ് ആണ്. NCERT പഠിച്ചില്ലെങ്കിൽ നമുക്കൊരു അല്പം ബുദ്ധിമുട്ടായിരിക്കും. ആ ഏരിയ ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ നിങ്ങളൊന്ന് നോക്കുക. നന്നായിട്ട് പഠിച്ചവർക്കാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി എളുപ്പമായിട്ട് മാറുക. അപ്പോൾ ആ തിയറി ഭാഗങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും റെക്കോർഡ് ക്ലാസ്സുകൾ തന്നിട്ടുണ്ട്, അതിലേക്ക് കാണുക. ഏത് ചാപ്റ്ററിൻ്റെയാണ് ഏത് തിയറിയാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് കാണുക. ഓക്കെ, താങ്ക് യു, ഓൾ ദി ബെസ്റ്റ്.